ഹലോ ഫ്രണ്ട്സ്, ക്രിക്കറ്റിനെ കുറിച്ചുള്ള കഥകൾ അറിയാമോ? നമ്മളുടെ നാട്ടിൻപുറത്തും എല്ലാ സ്ഥലങ്ങളിലും കുട്ടികളും ഈ രാജ്യം മുഴുവൻ ക്രിക്കറ്റ് ഫാനാണ് ഉള്ളത്. ഈ ക്രിക്കറ്റ് ബാറ്റ് എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിനുമുണ്ട് കുറേ ചരിത്രം. ഇതിൻ്റെ തടി വൈറ്റ് വിലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരത്തിൻ്റെ തടിയാണ്. ഇതൊരു പ്രീമിയം ബാറ്റാണ്. ഈ പ്രീമിയം ബാറ്റ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഗ്രെയിൻസ് അതായത് നമ്മൾ പറയത്തില്ലേ കാതലെന്ന് പറയും മലയാളത്തിൽ, ഈ കാതൽ കൂടിയ തടിയാണ് പ്രീമിയം ബാറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഇന്ത്യയിലെ മികച്ച ക്രിക്കറ്റ് പ്ലെയേഴ്സ് എല്ലാം തന്നെ ഈ ബാറ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ അതാണ്ട് ഇതിപ്പോൾ തയ്യാറായിരിക്കുന്ന ഒരു ബാറ്റാണ്. ഇതിപ്പോൾ സെയിലിന് വേണ്ടി തയ്യാറായിരിക്കുന്നതാണ്. ഇത് സ്റ്റിക്കർ കൂടെ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രെയിൻസ് കണ്ടോ, ഇതാണ് ഏറ്റവും പ്രീമിയം ബാറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. കിतना इसका കോസ്റ്റ്? 10,000. ഇത് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് ഇവരുടെ. ഇവിടെ 10,000 ആണ്. ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ട് 20,000 വരെ 20,000 तक सेल कर रहे बाहर. ज़्यादा 20,000 से ज़्यादा മീൻസ് 20,000 മേലെ വരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഇത് വിൽക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത്. ഈ ഫാക്ടറിയുടെ ഓണർ, ഇവിടെ ഫാക്ടറി ഒരു ചെറിയ ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയിൽ ഒരു മാസം ഈ ഫാക്ടറിയിൽ നിന്ന് അവർ നിർമ്മിച്ചെടുക്കുന്നത് 7,000 ബാറ്റുകളാണ്. അതുപോലെ ധാരാളം ഫാക്ടറികൾ ഇവിടെ മുഴുവനായിട്ടുണ്ട്. ഇവിടുന്ന് എത്രയോ ലക്ഷക്കണക്കിന് ബാറ്റുകളാണ് ഒരു മാസം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സീസണൽ ബാറ്റുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഹാൻഡിലാണിത്, പിടി. ഈ പിടികൾ ഇറക്കുമതി ചെയ്താണ് അവർ ഉപയോഗിക്കുന്നത്. മലേഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് വൈറ്റ് വിലോ നല്ല ക്വാളിറ്റിയുള്ള മരങ്ങളിൽ നിന്നാണ് ഈ പ്രീമിയം ബാറ്റുകൾ, സീസണൽ ബാറ്റുകൾ നിർമ്മിക്കുന്നത്. ലോക്കൽ ബാറ്റുകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഹാൻഡിലും ലോക്കൽ തടി കൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇത് കാശ്മീരിൽ നിന്നുള്ള തടി കൊണ്ടുണ്ടാക്കുന്ന ഹാൻഡിലാണ്. ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്കുള്ള യാത്രയിൽ അനന്ത്നാഗ് ജില്ലയിലെ സംഗം എന്ന പ്രദേശത്തേക്ക് എത്തുമ്പോൾ തന്നെ ക്രിക്കറ്റ് ബാറ്റുകളുടെ ഒരു വലിയ ലോകമാണ് നമ്മുടെ കൺമുന്നിൽ തെളിയുന്നത്. ഇവിടെയുള്ള 400-ലധികം ഫാക്ടറികളിൽ നിന്ന് ഏകദേശം 8,000 മുതൽ 10,000-ഓളം ആളുകൾക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുന്നു. ഇവിടെ വർഷത്തിൽ ലക്ഷക്കണക്കിന് ബാറ്റുകളാണ് നിർമ്മിച്ച് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കും കയറ്റി അയക്കുന്നത്. ഒരൊറ്റ ഫാക്ടറിയിൽ നിന്നും മാത്രം ആയിരക്കണക്കിന് ബാറ്റുകൾ പ്രതിമാസം പുറത്തിറങ്ങുന്നുണ്ട്. കാശ്മീരിലെ പ്രത്യേകതരം വില്ലോ മരങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ ബാറ്റുകൾ നിർമ്മിക്കുന്നത്. കാശ്മീരി ക്രിക്കറ്റ് ബാറ്റുകളുടെ നിർമ്മാണം ശരിക്കും ഒരു കല തന്നെയാണ്. ഇതിനായി പ്രത്യേകമായി വളർത്തിയെടുക്കുന്ന കാശ്മീർ വില്ലോ മരങ്ങൾ സംഗം പ്രദേശത്ത് സുലഭമാണ്. ഈ മരങ്ങളുടെ തടികൾ ആദ്യം നിശ്ചിത വലിപ്പത്തിൽ മുറിച്ചെടുത്ത് കൃത്യമായി ഈർപ്പം കളയാനായി സീസണിങ്ങിനായി കുറച്ചു കാലം സൂക്ഷിച്ചു വയ്ക്കുന്നു. അതിനുശേഷമാണ് ആകൃതി തിരുത്തിയെടുത്ത് ബാക്കി ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ കാണുന്ന ബാറ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്നത്. ഈ വ്യവസായം കാശ്മീരിന് ഒരുപാട് തൊഴിലവസരങ്ങൾ നൽകുന്നതോടൊപ്പം ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് താരങ്ങൾക്കിടയിൽ വലിയ ഡിമാൻഡുള്ള ബാറ്റുകൾ നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ നിൽക്കുന്നത് ബിലാൽ ഭായി. ഈ ബിലാൽ ഭായി ഒരു വർക്കർ മുതലാളിയും കൂടെ കേട്ടോ. ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു കാർപ്പൻ്ററാണ്, ഒരു ഫാക്ടറി ഉടമയാണ്, പക്ഷേ ലക്ഷങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഫാക്ടറിയുടെ ഡീറ്റെയിൽസാണിത്. ആർക്കെങ്കിലും നിങ്ങൾക്ക് ബൾക്കായിട്ട് ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഇതാണ് ബിലാൽ ഭായിയുടെ ഡീറ്റെയിൽസ്.